ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 17ാമത്തെ പാർട്ടാണ്. ഇന്ന് നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. രാവിലെ വർണ്ണയാണ് ആദ്യം ഉറക്കമുണർന്നത്. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ചത് അത്തരം നല്ല ഉറക്കത്തിലാണ്. അവനെ കണ്ട് അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞിരുന്നു. മുഖത്തേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ച് വർണ്ണദത്തന്റെ നെറ്റിയിലായി ഒരു ഉമ്മ വെച്ചു. എന്റെ ദത്ത, എന്ത് രസാ നിന്നെ കാണാൻ, കടിച്ച് തിന്നാൻ തോന്നും. അവൾ അവന്റെ കവളിൽ കൂടെ ഉമ്മ വെച്ചതും ദത്തൻ അവൾക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വർണ്ണ ഈ ഇരു കൈകൾ കൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കിടന്ന് കിണുങ്ങാതെ വേഗം എണീറ്റ് റെഡിയായി കോളേജിൽ പോവാൻ നോക്കു പെണ്ണെ. കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ ദത്തം പറഞ്ഞു. അപ്പൊ മോനെ ഉറങ്ങല്ല അല്ലേ? ഓസിന് എന്റെ ഉമ്മയും വാങ്ങി ഉറങ്ങണ പോലെ അഭിനയിക്കാണല്ലേ? വർണ്ണ അവനെ നോക്കി പറഞ്ഞു. പിന്നെ എനിക്ക് നിന്റെ ഉമ്മയെ കിട്ടിയിട്ട് വേണ്ടേ? ദത്തൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. തനിക്കിതെങ്ങനെ പറയാൻ തോന്നി? ഇത്രയും സുന്ദരി സുശീലയും സൽഗുണ സമ്പന്നയുമായ എൻ്റെ ഉമ്മയ്ക്ക് ഒരു വിലയില്ല പോലും. പിന്നെ ഒരു വലിയ സുന്ദരി സുശീലയും വന്നിരിക്കണു. ഒന്ന് പോയേടി. നിനക്ക് ഇത്ര അഹങ്കാരോ? അതും എൻ്റെ ഉമ്മ വാങ്ങിയിട്ട് പറ്റില്ലെങ്കിൽ തിരിച്ചതാടോ. അത്ര കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഉമ്മ നിങ്ങൾ വാങ്ങിക്കണ്ട. പറഞ്ഞത് ദത്തനെ നോക്കി പറഞ്ഞതും അവൻ അവളെ നോക്കി പേടിപ്പിച്ചു. എണീറ്റ് പോടി. ദത്തൻ അല്ലറി. അതിനിന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നിങ്ങളുടെ മറ്റവള് വന്നിട്ട് കോളേജ് തുറക്കുവോ? പറഞ്ഞത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഞായറാഴ്ചയാണെന്ന് ദത്തന് അറിഞ്ഞത്. അവനൊന്നും മിണ്ടാതെ എണീറ്റിരുന്നു. അവനോടൊപ്പം പറഞ്ഞ് എണീറ്റിരുന്നു. ഇതെവിടുന്നാ? അവളുടെ കയ്യിലെ കുപ്പുവളകൾ കണ്ട് ദത്തൻ ചോദിച്ചു. ഇതെനിക്ക് വേണി വാങ്ങി തന്നതാ. നിനക്കെന്താ മലയാളം പറയാൻ മനസ്സിലാവില്ലേ? നിന്നോട് മറ്റുള്ളവർ തരുന്നത് വാങ്ങിക്കരുത് പറഞ്ഞിട്ടില്ലേ ഞാൻ? അതിനവൾ നിർബന്ധിച്ചോണ്ട് ദത്താ, സോറി. അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. ദത്തൻ എന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വർണ്ണ വീണ്ടും ഉറങ്ങാനായി കിടന്നു. കുറച്ചു കഴിഞ്ഞതും വേണി അനുവിന്റെയും ബഹളം കേട്ടു. ഇവരെന്താ ഇത്ര നേരത്തെ? വർണ്ണ കിടന്നുകൊണ്ട് തന്നെ ആലോചിച്ചു. എന്നിട്ട് എണീറ്റ് പോകാനുള്ള മടി കൊണ്ട് അവൾ പുറത്തേക്ക് പോയില്ല. കുറച്ചു കഴിഞ്ഞതും വേണിയും അനുവും അകത്തേക്ക് വന്നിരുന്നു. കുളിക്ക പോലും ചെയ്യാതെയാണ് രണ്ടിന്റെയും വരവ്. നിങ്ങളെന്താ ഇത്ര നേരത്തെ? നീ ഇത്ര നേരമായിട്ട് എണീറ്റില്ലേ പറഞ്ഞ മോളെ? കോകില വന്നാ? അനു ചോദിച്ചു. ഇല്ല. ഭാഗ്യം. ഞങ്ങള് വിചാരിച്ചു വന്നു കാണുന്ന്. അതാ എണീറ്റത് ഇങ്ങോട്ടോ ഓടിപ്പോന്നേ. നിങ്ങളെപ്പോലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളല്ല കോകില. അതുകൊണ്ട് വെളുപ്പങ്കാലത്തൊന്നും ഇങ്ങോട്ട് ഓടി പിടിച്ചു വരൂല്ല. വർണ്ണ പുച്ഛത്തോടെ പറഞ്ഞു. അതേടി, നീ തന്നെ ഇത് പറയണം. നിനക്ക് വേണ്ടി ഞായറാഴ്ച ആയിട്ട് കൂടെ ഉറക്കം കളഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് വന്നേ. എന്നിട്ട് അവൾക്ക് ഒരു ലോഡ് പുച്ഛം. അത് പറഞ്ഞ് വേണി അവളുടെ അടുത്തായി കിടന്നു. അപ്പുറത്തായി അനുവും. എന്റെ തന്നെ ഇവിടെ പറഞ്ഞ മോളെ? അനു ചോദിച്ചു. അറിയില്ല, കുളിക്കാൻ പോയിട്ടുണ്ടാവും ചിലപ്പോ. അത് പറഞ്ഞ അവർ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. ദത്തൻ കുളി കഴിഞ്ഞ് വരുമ്പോ ത്രിമൂർത്തികൾ 3 പേരും നല്ല ഉറക്കത്തിലാണ്. അവനൊരു പുഞ്ചിരിയോടെ ഡ്രസ്സും മറ്റു മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും കോകിലാകത്തേക്ക് കയറി വന്നു. ഇതെന്താ രാവിലെ തന്നെ? ഇനി കോകില മേഡത്തിന് വീട് മാറിയതാണോ? ഇത് ദേവജിത്തിന്റെ വീടല്ല. ദത്തൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോടാ കളിയാക്കാതെ. നീ എങ്ങോട്ടാ? ഞാൻ ദാസാനോപിനെ ഒന്ന് കാണാൻ. കേശവേട്ടൻ അവനൊരു ജോലി ശരിയാക്കുന്ന കാര്യം പറഞ്ഞിരുന്നേ. അത് ഏത് സമയം വെള്ളം അടിച്ചിട്ട് നടക്കല്ലേ. വർക്ക്ഷോപ്പിൽ ഒരാളുടെ ഒഴിവുണ്ട്. അപ്പൊ അവനൊന്ന് പോയി വരട്ടി. നാളെ മുതൽ വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞയക്കണം. വരണവിടെ? അവളകത്തുണ്ട്, എണീറ്റിട്ടില്ല. കൂടെ രാവിലെ തന്നെ അവളുടെ വാലുകളും വന്നിട്ടുണ്ട്. ആ, നീ വേഗം വരില്ലേ ദത്ത? ഞാനിപ്പ വരാം, നീ അകത്തേക്ക് ചെല്ല്. ദത്തൻ പുറത്തേക്ക് പോയതും കോകില കയ്യിലുള്ള കവൽ തിണ്ണയ്ക്ക് മേലെ വെച്ച് അകത്തേക്ക് കയറി വന്നു. എടി, കോകില വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചോ? അവർ 3 പോലെ ഉറങ്ങുന്ന പോലെ കാണിച്ചു. അല്ല, ഇതെന്താ 3 പേരും കൂടിയാണ് ഉറക്കം? കോകില പുതപ്പ് മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഇതാര് കോകില ചേച്ചിയോ? എന്താ രാവിലെ തന്നെ? പറഞ്ഞറിയാത്ത പോലെ എണീറ്റിരുന്നോണ്ട് ചോദിച്ചു. നിങ്ങളിന്ന് കാണാൻ തന്നെ വന്നതാ.
3 പേര് ഒരുമിച്ചുള്ളതുകൊണ്ട് ഇനി പ്രത്യേകം ഓരോരുത്തരുടെ വീട്ടിൽ വരണ്ടല്ലോ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നലത്തെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചേച്ചി, പറഞ്ഞു. താങ്ക് യു. പാവം ചേച്ചി, എന്ത് ചെയ്യാനാ, വിധി അങ്ങനെയായി പോയില്ലേ അല്ലേ? അനു പറഞ്ഞു. കോകില സംശയത്തോടെ അവളെ നോക്കി. അതെന്താനോ അങ്ങനെ പറഞ്ഞേ? അല്ല, ചേച്ചി കൊറേ പഠിച്ചതല്ലേ, എന്നിട്ട് അവസാനം ഇങ്ങനെ പാട്ടും പാടി കഷ്ടപ്പെട്ടല്ലേ ജീവിക്കണേ, അതുകൊണ്ട് പറഞ്ഞതാ. അത് ശരിയാണ്, അതൊക്കെ ഒരു വിധിയല്ലേ. എങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നേ. പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് പൈസക്കും കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ ആരുമില്ലാലോ. നാട്ടിൽ ആരും ചേച്ചിക്ക് ഒരു സഹായം ചെയ്തു തരില്ലാലോ, അതും കഷ്ടം തന്നെയാ. അത് പറഞ്ഞു കോകിലയുടെ മുഖം ഒന്ന് മങ്ങി. അതെന്താ വേണേ നീ അങ്ങനെ പറഞ്ഞേ? കോകില ചേച്ചിക്ക് എന്താ കുഴപ്പം? വർണ്ണ സംശയത്തോടെ ചോദിക്കുന്ന പോലെ ചോദിച്ചു. അപ്പൊ നിനക്കതറിയില്ലേ വർണ്ണ? ചേച്ചി ഇതിനു മുമ്പിൽ ഒരു കേസിൽ പിടിച്ചിട്ടുണ്ട്. അനുവത് പറഞ്ഞു. കോകില മങ്ങിയൊരു ചിരി ചോദിച്ചു. കേസിലോ? എന്ത് കേസില്? വർണ്ണ അറിയാത്ത പോലെ ചോദിച്ചു. അത് പിന്നെ ചേച്ചിയും വേറെ ഒരാളെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് റെയ്ഡിൽ പിടിച്ചിട്ടുണ്ട്. അന്ന് കുറെ വാർത്തയൊക്കെ ആയതാ, അയാള് രക്ഷപ്പെട്ടു. പക്ഷെ ചേച്ചിയുടെ പേര് ചീത്തയായി, എല്ലാവരും മുമ്പിൽ നാണം കെട്ടു. പിന്നെ എല്ലാവരും ചേച്ചി ആ കണ്ണുകൊണ്ടേ കണ്ടിട്ടുള്ളൂ അല്ലേ ചേച്ചി? വേണി ചേച്ചിതും കോകിലയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ അത് അമർത്തി തുടച്ചു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. അത് പറഞ്ഞ അവൾ പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവർ പറയുന്നതെല്ലാം കേട്ട് ദത്തൻ റൂമിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന കോകിലെ കണ്ടതും ദത്തന്റെ മനസ്സൊന്ന് വേദനിച്ചു. അവൾ ദത്തനെ ഒന്ന് നോക്കി ഒരു മങ്ങിയ ചിരി ചിരിച്ച് പുറത്തേക്ക് പോയി. ദത്തൻ അലറിക്കൊണ്ട് വർണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു വന്നു. അവൻ ദേഷ്യത്തിൽ അവളുടെ മുഖത്തേക്ക് ശക്തിയായി അടിച്ചതും വർണ്ണ വേയിച്ചു പോയിരുന്നു. പക്ഷെ അപ്പോഴേക്കും വേണി അവളെ താങ്ങി. നീ എന്താടി അവളോട് ചോദിച്ചേ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ? ദത്തൻ അവൾക്ക് നേരെ തിരിഞ്ഞാലറിയും. ഞാൻ ചോദിച്ചില്ല, എന്താ തെറ്റ്? സത്യമുള്ള കാര്യല്ലേ? എന്ത് സത്യം? എന്തറിഞ്ഞിട്ടാ നീ അങ്ങനെ പറഞ്ഞേ? എന്നാ നീ കേട്ടോ, അന്ന് അവളുടെ ഒപ്പം റെയ്ഡിൽ പിടിച്ച് മറ്റാരെയല്ല എന്നെ തന്നെയാ. എന്നോട് ചോദിക്കണേ, എന്നാ ഞാൻ പറഞ്ഞു തരാം ബാക്കി. അത് പറയുമ്പോ ദേഷ്യത്തിൽ വിറക്കിയായിരുന്നു. ദത്തന്റെ അഭാവം വേണിയെ അനുവിനെയും വർണ്ണയെയും ഭയപ്പെടുത്തിയിരുന്നു. അവൾ എന്തിനാ ഇവിടേക്ക് വന്നേന്നറിയോ? അറിയോന്ന്? വർണ്ണ ഇല്ല എന്ന രീതി തലയാട്ടി. മറ്റന്നാ അവളുടെ കല്യാണ ദേവജിത്തിന്റെ ഒപ്പം. അതിന്റെ സന്തോഷത്തിൽ ഡ്രസ്സ് എടുത്ത് നിങ്ങൾ ക്ഷണിക്കാൻ വന്നതാ. അവളെ കരയിച്ചു വിട്ടപ്പോ നിങ്ങൾക്ക് സന്തോഷായില്ലേ? ദത്തൻ അത് പറഞ്ഞു കേട്ട് അവർ 3 പേരും ഞെട്ടി. ഒപ്പം മനസ്സിലൊരു കുറ്റബോധം നിറഞ്ഞിരുന്നു. ഇനി എങ്ങാനും നിന്റെ വായിൽ ഇനി ഈ വക വർത്താനം വന്നിട്ടുണ്ടെങ്കിൽ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല, അത് ഓർത്തു വെച്ച് പറഞ്ഞേ. അത് പറഞ്ഞ ദത്തൻ ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് പോയി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ വർണ്ണയും അനുവും വേണിയും തറഞ്ഞു നിന്നു പോയി. വർണ്ണ മോളെ, നിനക്ക് വേദനിച്ച? വേണി അവളുടെ കവിളി തൊട്ടുകൊണ്ട് ചോദിച്ചു. ദത്തനെ തല്ലി? അവൾ കിളി പോയ പോലെ പറഞ്ഞു. അതിന് എടി, ദത്തനെന്ന് പറഞ്ഞു തല്ലാനാണെങ്കിലും തലോടാനാണെങ്കിലും ദത്തന്റെ കൈ ഒരാളുടെ മേൽ പതിയൊന്നല്ലേ, അപ്പൊ അത് ഞാനല്ലേ? അവൾ കവളി കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇമാതിരി അടി കിട്ടിയിട്ട് നീ പണ്ടങ്ങോ ദത്തേട്ടൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നിൽക്കണോ? അനു ദേഷ്യത്തോടെ ചോദിച്ചു. പറഞ്ഞൊന്ന് ചിരിച്ചു. എടി, നമ്മൾ ചെയ്ത തെറ്റായോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. കോകിലി ചേച്ചി സങ്കടായി കാണും. വർണ്ണ സങ്കടത്തോടെ പറഞ്ഞു. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെ അത് നമ്മൾ തന്നെ തിരുത്തും, നീ സങ്കടപ്പെടണ്ട, വേണി പറഞ്ഞു. അപ്പൊ ബാക്കി നാളെ കേട്ടോ.